ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് ആകെ അതിലുള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ, സമാധാനം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ ഗോസിപ്പ് എന്ന് വിളിച്ചിരുന്നതിൻ്റെ പേര് മാറിയിട്ട് അതൊരു ക്രിമിനൽ ഒഫൻസാണ് എന്ന സ്റ്റേറ്റസിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ക്രിമിനൽ ഒഫൻസിനെ ചൊല്ലി മാത്രം, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ പല കുറി ആവർത്തിച്ചതാണ്. അതിൽ മറ്റ് ടേംസ് ഓഫ് റെഫറൻസ് ഉണ്ടായിരുന്നു, അതൊന്നും നമ്മൾ സംസാരിക്കുന്ന പോലുമില്ല. സ്ത്രീക്ക് മൂത്രമൊഴിക്കാൻ ഉള്ള സ്ഥലം വേണം എന്ന് വിജി പറഞ്ഞു അതിവിടെയുള്ള ആൾക്കാരെ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയ്ക്ക് അതില്ല. സിനിമയിൽ ഇപ്പോഴും അതില്ല എന്നും, തുണി മാറ്റാൻ സ്ഥലമില്ല എന്നും, റെമ്യൂണറേഷനെ കുറിച്ച് ചോദിക്കാൻ പറ്റില്ല എന്നും, അങ്ങനെ തുടങ്ങി കണ്ടന്റ് സ്ത്രീവിരുദ്ധമാവരുത് എന്നും പറഞ്ഞ് മറ്റുള്ള 5 ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ മെൻഷൻ ചെയ്യാതെ 4.5 കൊല്ലം അത് വൈകിച്ചെങ്കിൽ അത് നമ്മൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. വനിതാ കമ്മീഷനെ പറ്റി ആദരവ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ പോയി മുട്ടാത്ത വാതിലുകളില്ല. വാതിലുകളിൽ മുട്ടുമ്പം ഇപ്പോൾ അധികാര സ്ഥാനത്തിരുന്ന് വളരെ ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്ന പോലെയാണ് പലപ്പോഴും പല കസേരകളുടെ മുമ്പിൽ പോയി നിന്നപ്പോഴും അവിടെ ഇരുന്നിരുന്ന ആൾക്കാർ പറഞ്ഞത്. എക്സെപ്ഷൻ ഉണ്ടായിരുന്നു, CM അങ്ങനെയല്ല നമ്മളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. പക്ഷേ മറ്റു പല അധികാര കേന്ദ്രങ്ങളിലും നമുക്ക് ഉത്തരമില്ലാതിരിക്കുക, പുച്ഛിക്കുക, അതായത് അതിനെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുക ഒക്കെ ചെയ്തപ്പം ഞാൻ സ്ഥിരമായിട്ട് വിളിക്കാറുള്ളതാണ്. ബലമുണ്ടാവോ ഇല്ലേന്ന് അറിയില്ല, പക്ഷെ എപ്പോഴും സതീച്ചിനെ വിളിക്കുമ്പോൾ ഒന്നും നോക്കണ്ട, നമ്മളുണ്ട് കൂടെ എന്ന് പറയും. കുറച്ച് സെൽഫ് ക്രിട്ടിക്കലായിട്ട് പറഞ്ഞാൽ അത് ഒരു ഗവൺമെൻറ് ബോഡി ആവുന്നതിൻ്റെ പരിമിതിയായിരിക്കും. ചില പരിമിതികളോട് കൂടി തന്നെയാണ് വനിതാ കമ്മീഷനും ഇടപെട്ടിട്ടുള്ളത്. പക്ഷെ അപ്പോഴും ഇതിവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വനിതാ ഒപ്പത്തിനൊപ്പം നമ്മളെ കൂടെ നിന്ന് എല്ലാ ഫൈറ്റും നമ്മളെ പോലെ തന്നെ ഏറ്റെടുത്ത് എല്ലാത്തിനും കൂടെ നിന്നത് കൊണ്ട് തന്നെയാണ്. അത് മറ്റാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവിടുത്തെ എല്ലാ ഫെമിനിസ്റ്റ് ബോഡികൾക്കും നമ്മൾ പറഞ്ഞത് എന്താണ് എന്ന് മനസ്സിലായിരുന്നു. ഇവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായിരുന്നു. മനസ്സിലാവാത്തത് ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകളുണ്ടല്ലോ, അവർ നടക്കുന്ന പോലെയാണ് നമ്മൾ നടക്കുക, അവർ കുടിക്കുന്ന ചായയാണ് നമ്മൾ കുടിക്കുക, അവരിടുന്ന വസ്ത്രമാണ് നമ്മൾ ധരിക്കുക, അവർ മോഡൽസാണ്, മാതൃക ആവേണ്ട ആൾക്കാർ സ്വന്തം തൊഴിലിടത്തിലുള്ള അവരുടെ പാതിയായിട്ടുള്ള, അവരുടെ തന്നെ ഭാര്യയും അമ്മയും അനിയത്തിയും ഒക്കെ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന, കാമുകിയൊക്കെ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ പറ്റി സംസാരിക്കുമ്പോൾ അതിനോട് ഇത് നല്ലതാണ് എന്നോ അതിലിടപെടണമെന്നോ എന്തെങ്കിലും ഒരു വാക്ക് ഉരിയാടാതെ, റിയാക്ട് ചെയ്യാതെ, ഈ കണ്ട മീഡിയയിൽ ആരും അവരെ തെരഞ്ഞു പോവാതിരിക്കുന്നു എന്ന് പറയുന്നത് വീണ്ടും വളരെ വോയറിസ്റ്റിക് ആയിട്ടുള്ള ഈ എത്തിനോട്ടത്തിൽ ആരെ പറ്റി എന്ത് കഥകൾ പറഞ്ഞു എന്നുള്ള വളരെ ചെറിയൊരു ഭാഗത്തിനെ പറ്റി മാത്രം നമ്മളുടെ കൺസേൺ ഉണ്ടാവുക എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. അങ്ങനെയല്ല, വേറെയും കാര്യങ്ങൾ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്തിരുന്നു. ആ കാര്യങ്ങളൊക്കെ പുറത്തു വരാനും പരിഹരിക്കാനും ഈ ഒരു നിബന്ധനയില്ലായിരുന്നു. അതിന് പ്രൈവസിയുടെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഈ 4.5 വർഷത്തിന് നമ്മൾ സമാധാനം പറയണം. ആ ഒറ്റ ടേംസ് ഇപ്പോഴും നമ്മളത് പരാമർശിക്കുന്നില്ല. ഇപ്പോഴും സിനിമയിലെ സ്ത്രീകൾക്ക് മൂത്രമൊഴിക്കാൻ പോകാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. പിന്നെ പ്രൈവസിയുടെ കാര്യം, അത് ആര് കേസ് കൊടുക്കണം, ഇപ്പോൾ സാർ അവിടെ നിന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു, വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. സ്ത്രീകളുടെ മേലെയാണ് വീണ്ടും പരാതി കൃത്യമായിട്ട് കൊടുക്കണം, അല്ലാതെ വന്നിട്ട് കാര്യമില്ല. ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്, അജീച്ചും ഞാനും കൂടെ അത് ഷെയർ ചെയ്യായിരുന്നു. അപ്പം കാരണം മേല് മുഴുവൻ പൊട്ടി ഒലിച്ച് ഭർത്താവ് അടിച്ച് രാത്രി 1:30 പോലീസ് സ്റ്റേഷനിൽ കയറി പോയിട്ടുണ്ട്. ബീച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരെ മുഴുവൻ മെഡിക്കൽ ചെക്കപ്പ് എടുത്ത് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. 3.5 കൊല്ലത്തോളം അയാൾ ആവർത്തിച്ച് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഈ പറഞ്ഞ എക്സസൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഒന്നും ഒരു സഹായം ഉണ്ടാവില്ല. നമുക്ക് കുറേ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ഓരോ തവണ അടിക്കുമ്പോഴും അവൾ മാറി ഹെൽപ്പ് ലൈനിൽ വിളിച്ചിട്ടുണ്ട്. ഒരിക്കലും ഫോൺ എടുക്കുകയോ അപ്പം പോലീസ് ഓടി വരികയോ ചെയ്തിട്ടില്ല. 100-ൽ വിളിക്കും, പോലീസ് വരും, പോലീസും ഭർത്താവുമായിട്ട് തമാശ പറഞ്ഞ് പിരിയും. കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടൊക്കെ ഭർത്താവിനോട് ഇടപഴകണം എന്ന് പറയും. അതിൽ അത്ഭുതമില്ല. ഞാൻ പങ്കെടുത്ത ആദ്യത്തെ പരിപാടിയാണ് ഇത്ര അധികം സ്ത്രീകളെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പോയി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഒരുവിധം പരിപാടികളുടെ മുഴുവൻ ഓഡിയൻസിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ ഇരുന്ന് എടുക്കാറുണ്ട്. ഇവിടെ ഇരിക്കുമ്പം വേദിയുടെ ഫോട്ടോവും എടുക്കാറുണ്ട്. രണ്ടും
കംപ്ലീറ്റ് ആയിട്ട് മെയിൽ എന്ന് വിളിക്കാവുന്ന അവസ്ഥയാണ്. നമ്മളിവിടെ തൂക്കിയിട്ട ഫോട്ടോകളെ പോലെ അവിടെ നിന്നുകൊണ്ട് ഇതിനപ്പുറത്ത് നീതിയൊന്നും കിട്ടില്ല. പക്ഷെ സമരം അവസാനിക്കുന്നില്ല എന്നും വനിതാ കമ്മീഷനിൽ നമുക്കുള്ള പ്രതീക്ഷ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇനി ആരെങ്കിലും ഇതിനെ നിരുത്തരവാദിത്വപരമായിട്ടാണ് ഇതിനെ കൈക്കൊള്ളാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത് എങ്കിൽ അത് അവരുടെ ജെൻഡർ ഇൻസെൻസിറ്റിവിറ്റി എന്നുള്ള സഹതാപത്തോടു കൂടി കാണുകയും അവർ ജെൻഡർ സെൻസിറ്റീവ് ആവും വരെ നമ്മൾ ഈ സമരം തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. തൊഴിലിടം എന്ന് പറഞ്ഞാൽ ഞാൻ 2 തരം തൊഴിലിടത്തിൽ പണിയെടുക്കുന്നുണ്ട്. ഒരു തൊഴിലിടത്തിൽ ഇത് വളരെ നിഷ്പ്രയാസം ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാനാവുകയും അതല്ലാത്തൊരു തൊഴിലിടത്തിൽ ഇതൊന്നും സാധ്യമല്ല എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. സിനിമയും ഈ നാട്ടിലാണ് നടക്കുന്നതെങ്കിൽ ഈ നാട്ടിലെ നിയമാനുസൃതമായിട്ട് തന്നെ സിനിമയും നീങ്ങാൻ പാടുള്ളൂ. ഈ ഒരു നേരത്തെ പറഞ്ഞ കുറ്റാരോപിതനായ ഒരാൾ എന്തൊക്കെ ക്യാമ്പയിനിങ് നടത്തിയിട്ടും നമ്മളുടെ സോഷ്യൽ സൈക്കിളുണ്ടായ ഒരു സ്കാർ ഉണ്ടല്ലോ, അത് അയാളെ ചിത്രങ്ങളെ വിജയിപ്പിക്കുന്നില്ല എന്നത് ഒരു നല്ല സൂചനയാണ്. ഈ സംഗതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പാതിയിലധികം വരുന്ന സ്ത്രീകൾ വിചാരിച്ചാൽ മതി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാൻ. താങ്ക് യു.